അമയ വിഷ്ണു എന്ന് പറഞ്ഞ കപ്പിൾസിനെ ഉണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും. ഒരുപാട് വീഡിയോസൊക്കെ അവരുടെ വെളിയിൽ വന്നിട്ടുള്ളതാണ്. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലാണ് പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടെങ്കിൽ ഇവർ അടിച്ചു പിരിഞ്ഞു എന്നുള്ളൊരു ന്യൂസ് വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനുണ്ടെങ്കിൽ അമയ പറഞ്ഞൊരു മറുപടി എന്ന് പറഞ്ഞാൽ അവനുണ്ടെങ്കിൽ ഭയങ്കര സംശയ രോഗമാണ്. അതോടെ തന്നെ ഉണ്ടെങ്കിൽ ജോലിക്കൊന്നും നേരെ പോകത്തില്ല. അബി എന്ന് പറഞ്ഞ ഒരുത്തനുമായിട്ട് എൻ്റെ പേര് ചേർത്ത് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം തോന്നി. അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ പിരിഞ്ഞാണ് താമസിക്കുന്നത്. പിന്നെ അബിയുടെ കൂടെ എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായിരുന്നു കുറച്ച് നാൾ സംസാരിച്ചുകൊണ്ടേ ഇരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അമ്മയെ പുതിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അബി എവിടെ പോയെന്നുള്ള രീതിയിലൊക്കെ. എനിക്കിപ്പോഴാണ് കാര്യം മനസ്സിലായത്. അബി ഉണ്ടെങ്കിൽ എന്നെ ചതിച്ചുകൊണ്ടിരുന്നതെന്നുള്ളത്. അവൻ കറക്റ്റൊന്നുമല്ല. ഞങ്ങളുടെ റിലേഷൻഷിപ്പ്, ഞാനും വിഷ്ണുവായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ പൂട്ടി പോകാനോ അല്ലെങ്കിൽ അടിച്ചു പിരിയാൻ വേണ്ടി അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ യഥാർത്ഥ സ്വഭാവം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഞാൻ അവനിൽ നിന്നിപ്പോൾ പിരിഞ്ഞാണ് താമസിക്കുന്നത്. പിന്നെ ഒരുപാട് പേര് വിചാരിച്ച് ഞാനും വിഷ്ണുവേട്ടനും ഇനി ഒരിക്കലും ഒന്നിക്കത്തില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അടിയോടി തന്നെ ജീവിക്കും എന്നുള്ള രീതിയിലായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഞാനും വിഷ്ണുവേട്ടനും പിന്നെ ഒന്നിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരുണ്ടെങ്കിൽ എന്ത് പറഞ്ഞാലും അതൊന്നും കുഴപ്പമില്ലെന്നുള്ള രീതിയിലായിരുന്നു അമ്മയെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.